നമസ്കാരം. ഗ്രഹണം കഴിഞ്ഞു, ഇനി ആശ്വസിക്കാം. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അഭിവൃദ്ധിയുടെ നാളുകളാണ്, സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയം. രാജകീയമായ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുകയാണ്. ചന്ദ്രഗ്രഹണം ഇവരെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളിലേക്കാണ്. ചന്ദ്രഗ്രഹണമൊക്കെ കഴിഞ്ഞു, ഇനി വിശ്രമിക്കാം. നല്ല നാളുകൾ ആരംഭിച്ചു ഈ നക്ഷത്ര ജാതകർക്ക്. ദോഷദുരിതങ്ങൾ അകലുകയാണ്. അതുകൊണ്ട് തന്നെ നവഗ്രഹ പ്രാർത്ഥന നടത്തണം ഈ നക്ഷത്ര ജാതകർ. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവരാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊക്കെ പലവിധ ക്ലേശങ്ങളുണ്ട്. ഉത്തമമായ പരിഹാരമാണ് നമുക്ക് ആവശ്യം. അതിന് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും. ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം അടുത്തുവരെ വരും, എന്നതിന് ശേഷം അങ്ങ് തട്ടിപ്പോകുന്നതായി കാണുവാൻ സാധിക്കും. തൻ്റെ മുന്നിൽ തുറക്കപ്പെടുന്ന ഭാഗ്യം വളരെ പെട്ടെന്ന് പോകുന്നു. എന്തുകൊണ്ടാവും അങ്ങനെ സംഭവിക്കുന്നത്? സമയാസമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ യഥാവണ്ണം ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. ഭാഗ്യങ്ങൾ തട്ടിമാറിപ്പോവുകയാണ്. ഈ ഒരു അവസ്ഥ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ രാഹുവിനെ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. ചന്ദ്രഗ്രഹണം കഴിഞ്ഞു, ഇനി ഉയർച്ചയാണ്. ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. എഴുതി വെച്ചോളൂ, ഇവർ ഉയർച്ചയിൽ എത്തും. ഇവർക്ക് നല്ലതുകൾ സംഭവിക്കും. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. രാജയോഗമല്ല, അതിനും 100 ഇരട്ടി ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇത് വെറും ഒരു പ്രവചനം മാത്രമല്ല, ഇത് നടക്കുന്ന കാര്യം തന്നെയാണ്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിരിക്കും, ഉറപ്പാണ്. ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയവരാണ് ഈ നക്ഷത്ര ജാതകർ. ഒരുപാട് തോൽവികൾ. ആരൊക്കെ അപമാനിക്കാമോ അവരൊക്കെ ഒരു ചെറിയ വിരലെങ്കിലും അനക്കി ഇവരെ ഇട്ട് കുത്തിയിട്ടുണ്ട്. ഇനി ഈ നക്ഷത്ര ജാതകരുടെ നാളുകൾ തന്നെയാണ്. കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി, കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് കുതിക്കുകയാണ്. ഭാഗ്യം തെളിയാൻ പോകുന്നു. ഐശ്വര്യ സമൃദ്ധി ഏറുന്നു. ദാനധർമ്മങ്ങൾ നടത്തുക, മുന്നോട്ട് പോകുക. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തുന്ന സമയം. നോക്കിക്കോ, ഇന്ന് അർദ്ധരാത്രിയിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ചന്ദ്രഗ്രഹണമൊക്കെ കഴിഞ്ഞു, ഇനി സമൃദ്ധി ആഘോഷിക്കാം, സന്തോഷിക്കാം, വിശ്രമിക്കാം. ഏറ്റവും അധികം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന 11 നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത്ഭുതപ്പെടുത്തുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ്. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറണം. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടണം. ജീവിതത്തിൽ ധാരാളം ധനം വന്നു നിറയണം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ്. ഇവർക്ക് അതിന് സാധ്യമാകും. അതിൻ്റെ സമയമാണ് ഇപ്പോൾ. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ പോകുക. അവിടെ പ്രാർത്ഥന നടത്തുക. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. സർപ്പക്ഷേത്രത്തിൽ സർപ്പപ്രീതി നടത്തുക. ലോട്ടറി അടിക്കും, ഉറപ്പാണ്. ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോകുകയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെടാൻ പോകുന്ന 11 നക്ഷത്ര ജാതകരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭരണി നക്ഷത്രം തന്നെയാണ്. ഇവരുടെ മനക്ലേശങ്ങൾ അവസാനിക്കുന്നു. ദുരിത ദുഃഖങ്ങൾ മാറി അതിസമ്പന്നതയിലേക്ക് എത്തുന്നു. ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരാൻ ഇടയാകുന്നു. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച പൂജകൾ അർപ്പിക്കുന്ന വെള്ളി, ചൊവ്വ ദിനങ്ങളെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട്. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ട് എങ്കിൽ അതുകൂടി എഴുതുക. തീർച്ചയായും പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്ന് നിങ്ങൾ നേരിട്ടും അല്ലാതെയും ഒക്കെ അറിയിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇനിയും മാറ്റങ്ങൾ വരും.
ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും, ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. മനക്ലേശങ്ങൾ മാറിക്കിട്ടും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. കഷ്ടകാലങ്ങൾക്ക് അവസാനമായി. ചന്ദ്രഗ്രഹണമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ദാനധർമ്മങ്ങൾ നടത്തുക. ഭാഗ്യം തെളിയാൻ പോകുകയാണ്. സമൃദ്ധിയിലേക്ക് കടക്കാൻ പോകുകയാണ്. എല്ലാ രീതിയിലും ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഈ ഒരു അവസ്ഥ, അതായത് നേരത്തെ അനുഭവിച്ച അവസ്ഥ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്നതിനു വേണ്ടിയിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക. കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മനക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. സർപ്പദേവതയെയും ചാമുണ്ഡി ദേവിയെയും പ്രാർത്ഥിക്കുക. അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. മൂന്നാമത്തെ നക്ഷത്രം പുണർദ്ധമാണ്. ശത്രുനാശം സംഭവിക്കും. ഗണപതി ക്ഷേത്രത്തിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക. നാളികേരം ഉടയ്ക്കുക. ഉണ്ണിയപ്പം അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് പുണർത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഒരു ബാങ്കിലൊക്കെ ജോലി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ബാങ്കിലൊക്കെ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു ജോലിക്ക് ശ്രമിച്ചവർക്ക് ആ ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച പുണർത്ത നക്ഷത്ര ജാതകർക്ക് അതിനൊക്കെ സാധ്യതയുണ്ട്. എല്ലാ രീതിയിലും നല്ല ഉയർച്ചയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക, നാളികേരം മുടയ്ക്കുക, ഉണ്ണിയപ്പം അർപ്പിക്കുക. മൂന്നാമത്തെ നക്ഷത്രം പൂരമാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. മഹാഗണപതി പൂജ നടത്തുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലാഭിഷേകം നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിലും പോകണം ഈ നക്ഷത്ര ജാതകർ. പൂരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച. അടുത്ത നക്ഷത്രം അത്തമാണ്. സർപ്പപ്രീതിയും മഹാലക്ഷ്മി പ്രീതിയും ആവശ്യമായ സമയം. ദുഃഖങ്ങൾ അകലും, ഭാഗ്യം വർദ്ധിക്കും. തട്ടിപ്പോയ ഭാഗ്യം തിരികെ വരും. അപ്പോൾ സർപ്പപ്രീതി നടത്തുക. മഹാലക്ഷ്മിക്ക് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. കാര്യതടസ്സം മാറിക്കിട്ടും. മഹാലക്ഷ്മി പ്രീതി നടത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. എന്ത് കാര്യം വിചാരിച്ചാലും നടക്കുന്ന സമയം വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. ഭാഗ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചന്ദ്രഗ്രഹണം കഴിഞ്ഞിരിക്കുന്നു. ഇനി വിശ്രമിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമായിരിക്കും ഇനി വന്നു ചേരുക. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. മാനഹാനി, ക്ലേശങ്ങൾ ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി ലോട്ടറി ഭാഗ്യമാണ്. മാറ്റമാണ് വരുന്നത്, വലിയ മാറ്റം. മഹാഗണപതി, ദുർഗാദേവത ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് സങ്കടം അകലണമേ എന്ന് മനമുരുക്കി പ്രാർത്ഥിക്കുക. തീർച്ചയായും വലിയ സൗഭാഗ്യം, വലിയ നേട്ടം നിങ്ങളെ തേടി വരും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ജയം, സുഖം, ഉന്മേഷം, ധനലാഭം, രാജകീയ ജീവിതം ഇവയാണ് ഫലം. മഹാഗണപതി, മഹാശിവക്ഷേത്രം ഇവിടെയൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. വലിയ നേട്ടം വന്നു ചേരും. ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. മകരരാശിക്കാരായ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇനി അഭിവൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. തടസ്സങ്ങൾ ഒക്കെ അകലും. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക. അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ മതി. ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. മനോദുഃഖങ്ങളൊക്കെ മാറുന്നു. സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു. ജീവിതത്തിലെ ഇനിയുള്ള കാലം ഭാഗ്യത്തിൻ്റെതു തന്നെയാകും. എല്ലാ രീതിയിലും ഒത്തിരി സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ബിസിനസ്സൊക്കെ വർദ്ധിക്കും. എല്ലാ രീതിയിലും നേട്ടമുണ്ടാകും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. ദുരിതമായിരുന്നു, കലഹമായിരുന്നു, അപവാദം, നരനഷ്ടം ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഉയർച്ചയാണ്. മഹാലക്ഷ്മിക്ക് വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഇനി സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ഉയർച്ചയാണ്. മഹാലക്ഷ്മി സ്തോത്രം ചൊല്ലുക. ഭാഗ്യത്തിലേക്കെത്തും. സമൃദ്ധിയും സന്തോഷവും അലയടിക്കും. ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറും. ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഇനി ഇവർ പായും. ധനത്തിനു വേണ്ടി ധനം ധാരാളം വന്നു ചേരും. ധനം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഈ നക്ഷത്ര ജാതകർ എനിക്ക് വരണം, എനിക്ക് കോടികളൊന്നും വരണമെന്ന് ആഗ്രഹിക്കരുത്. നമ്മുടെ ആവശ്യത്തിന് പണം വരണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിനുവേണ്ടി പ്രയത്നിക്കുക. തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ആ പണം വന്നിരിക്കും, ഉറപ്പാണ്.
ഉറപ്പാണ്, ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. അടുത്ത നക്ഷത്രം പooruruttathiyയാണ്. ഇഷ്ടസിദ്ധി, ധനലാഭം, സൗഖ്യം ഇതൊക്കെ ഉണ്ടാകുന്നു. കാര്യവിഘ്നങ്ങൾ ഇല്ലാതാകുന്നു. ഒരു കാര്യത്തിനും വിഘ്നം വരില്ല. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. പണം ധാരാളം വന്നു ചേരും. ലോട്ടറിയൊക്കെ അടിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. ഇനി സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ്, സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. ഈ 11 നക്ഷത്ര ജാതകർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരത്തില്ല. ഇവർ വലിയ രീതിയിൽ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിയും ഇവർക്ക് ഒപ്പമുണ്ട്. ഭാഗ്യത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത്. ഒത്തിരി നേട്ടം വരട്ടെ, ഒത്തിരി ഭാഗ്യം ഇവർക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.